ഏതോ ഒരു വലിയ പദവി അദ്ദേഹത്തെ തേടി വരുന്നുവെന്ന ഉപരാഷ്ട്രപതിയാകുമെന്ന് കേട്ടു. അത് കഴിഞ്ഞ് ചീനയിലോ അമേരിക്കയിലോ ഇന്ത്യയുടെ സ്ഥാനപതിയാകുമെന്നുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായി. മറ്റേതോ ഉയർന്ന സർക്കാർ പദവി അദ്ദേഹത്തിന് ലഭിച്ചേക്കും, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യയുടെ ഒരു റോവിംഗ് അംബാസഡറായിട്ട് അദ്ദേഹം നിയമിതനാകും, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ വിവിധ വേദികളില് വിവിധ രാജ്യങ്ങളില് എന്നൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേട്ടതാ. പക്ഷെ ഒന്നും അങ്ങോട്ട് നടന്നില്ല. അപ്പൊ അദ്ദേഹം ഒന്ന് നിശബ്ദനായി. അതിനുശേഷമാണ് വീണ്ടും കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കാനുള്ള ചില പ്രസ്താവനകളുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നത്. 2009 അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുമ്പോൾ സോണിയാഗാന്ധിയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. സോണിയാഗാന്ധി എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തിലെ ഒരു കണ്ണിയാണ്. മോട്ടിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, പിന്നീട് സോണിയാഗാന്ധി, പിന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി. അങ്ങനെയാണല്ലോ ഈ കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ കുറിച്ച് വിമർശകര് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു സോണിയാഗാന്ധിയും. പോരാഞ്ഞ ഒരു ഇന്ത്യക്കാരി പോലും അല്ല, ഒരു വിദേശ വനിതയാണ്. അങ്ങനെ വിദേശ വനിതയായ ഈ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ വംശാവലിയിൽ ഉൾപ്പെടുന്ന സോണിയാഗാന്ധി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് യാതൊരു വിഷമവും കൂടാതെ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിച്ചതും ജയിച്ചതും പിന്നീട് മത്സരിച്ചതും ജയിച്ചതും. പക്ഷെ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടുപിടിച്ചു: കോൺഗ്രസ് ഒരു കുടുംബവാഴ്ചയാണ്.